ഡൊണാൾഡ് ട്രംപും പുടിനും തമ്മിലുള്ള ബന്ധം ആഗോള രാഷ്ട്രീയത്തിലൊരു സങ്കീർണവും ചലനാത്മകവുമായ അധ്യായമാണ്. ഒരു കാലത്ത് പരസ്പരം പ്രശംസിച്ച് ഊഷ്മളമായ സൗഹൃദം സ്ഥാപിച്ച ഈ രണ്ട് നേതാക്കളും ഇന്ന് ഒരു നേർക്കുനേർ ഏറ്റുമുട്ടലിന്റെ വക്കിലാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ട്രംപിന്റെ രണ്ടാം പ്രസിഡന്റ് പദവി ആരംഭിച്ചപ്പോൾ ലോകം ഉറ്റുനോക്കിയത് അമേരിക്ക റഷ്യ ബന്ധത്തിലെ ഒരു പുതിയ അധ്യായത്തിലേക്കായിരുന്നു. ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയം, പരമ്പരാഗത സഖ്യകക്ഷികളെ വിമർശിക്കാനുള്ള അദ്ദേഹത്തിന്റെ പ്രവണത എന്നിവ റഷ്യക്ക് വലിയ ആശ്വാസവുമായിരുന്നു. നാറ്റോയെയും യൂറോപ്യൻ യൂണിയനെയും ട്രംപ് കുറ്റപ്പെടുത്തിയപ്പോൾ റഷ്യൻ രാഷ്ട്രീയ നിരീക്ഷകർ അതിനെ ഒരു അനുകൂല സാഹചര്യമായിട്ടാണ് കണ്ടത്. റഷ്യൻ അക്കാദമി ഓഫ് സയൻസിലെ കോൺസ്റ്റാന്റിൻ ബ്ലോക്കിന് അഭിപ്രായപ്പെട്ടതുപോലെ യൂറോപ്യൻ യൂണിയനോടോ യുക്രൈനോടോ ഉള്ളതിനേക്കാൾ കൂടുതൽ സാമ്യം ഇപ്പോൾ അമേരിക്കയ്ക്ക് റഷ്യയുമായി ഉണ്ട് എന്ന ചിന്താഗതി വ്യാപകവുമായിരുന്നു. ഈ കാലഘട്ടത്തിൽ അമേരിക്ക റഷ്യ ബന്ധം മെച്ചപ്പെടാനുള്ള സാധ്യതകൾ പല സൂചനകളിലൂടെയും പ്രകടമായിരുന്നു. ട്രംപ് ഭരണകൂടം യുക്രൈനിലെ റഷ്യൻ അധിനിവേശത്തെ അപലപിക്കുന്ന യൂറോപ്യൻ യൂണിയന്റെ പ്രമേയത്തിനെതിരെ ഐക്യരാഷ്ട്രസഭയിൽ റഷ്യയെ പിന്തുണച്ചു. ഇത് റഷ്യൻ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയമായിരുന്നു.